നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE കൊടും ചൂടിലേക്ക് നീങ്ങുന്നതിന്റെ മുന്നോടിയായി മുൻകരുതൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ആദ്യപടിയെന്നോണം ദുബായിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടയ്ക്കും. മിറക്കിൾ ഗാർഡൻ, ഹത്ത റിസോർട്ട്, റൈറ്റ് മാർക്കറ്റ് എന്നിവയാണ് അടയ്ക്കാൻ ഒരുങ്ങുന്നത്. അതിനാൽ വേനൽ അവധിക്ക് നാട്ടിൽ നിന്നും എത്തിയിട്ട ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനിരിക്കുന്ന പ്രവാസി കുടുംബങ്ങളുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂക്കളുടെ പറുദീസയായ മിറക്കിൾ ഗാർഡൻ ജൂൺ 4-നാണ് അടയ്ക്കുന്നത്. 15 കോടിയിലേറെ ചെടികളുമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന മിറക്കിൾ ഗാർഡൻ ഈ വർഷം 1 മാസം കൂടി അധികം സഞ്ചാരികൾക്കായി തുറന്നിട്ടുണ്ട്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം. ടിക്കറ്റ് മുതിർന്നവർക്ക് 75 ദിർഹവും കുട്ടികൾക്ക് 60 ദിർഹവും 3 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യവുമാണ്. അതുപോലെ തന്നെ മലകയറ്റം ഇഷ്ടപ്പെടുന്നവരുടെ പ്രധാന കേന്ദ്രമായ ഹത്ത റിസോർട്ട് 11 ദിവസം കൂടിയേ ഇനി പ്രവർത്തിക്കൂ. 15-ന് അടയ്ക്കും. 975 ദിർഹം മുതലാണ് റേറ്റ്. ഓർഗാനിക് പച്ചക്കറികൾ വിൽക്കുന്ന ദി റൈറ്റ് മാർക്കറ്റ് 14-ന് അടയ്ക്കുന്നതാണ്. അക്കാദമി പാർക്കിൽ പ്രവർത്തിക്കുന്ന റൈറ്റ് മാർക്കറ്റിൽ തദ്ദേശീയമായി വിളയുന്ന ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ആഴ്ചയിൽ 2 തവണ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ ശനി രാവിലെ 9 മുതൽ രാത്രി 9 വരെയും ഞായർ രാവിലെ 9 മുതൽ രാത്രി 7 വരെയുമാണ് പ്രവേശനം. ഫീസ് 5 ദിർഹമാണ്. അതേസമയം രാജ്യത്ത് ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം പ്രവചിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം. ഇത് കണക്കിലെടുത്ത് രാജ്യത്തെ മിക്ക എമിറേറ്റുകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുന്നതിനാൽ തീരത്ത് പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. ഉമ്മുൽ ഖുവൈനിൽ അസ്ഥിര കാലാവസ്ഥ മൂലം ക്ഷുഭിതമായ കടലിൽ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പ് അവഗണിച്ച് കടലിൽ കുളിക്കാനിറങ്ങിയ 3 ഏഷ്യൻ വംശജർ അപകടത്തിൽപ്പെട്ടു. ശക്തമായ തിരയിൽ കുളിക്കാനിറങ്ങിയ ഇവർ തിരിച്ചു കയറാൻ പറ്റാതെ തിരകളിൽ പെടുകയായിരുന്നു. വാരാന്ത്യമായതിനാൽ സായാഹ്നം ചെലവിടാൻ നിരവധി ആളുകൾ ബീച്ചിൽ എത്തിയിരുന്നു. തിരമാലകൾ ശക്തമായതിനാൽ സുരക്ഷാ ഗാർഡുകൾ കടലിൽ ഇറങ്ങുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നുണ്ടായിരുന്നു. 6 മണിക്ക് ശേഷം ഗാർഡുകൾ ജോലി അവസാനിപ്പിച്ച് പോയതിനു ശേഷമാണ് സ്ത്രീകൾ അടങ്ങിയ ഏഷ്യൻ സംഘം കുളിക്കാനിറങ്ങിയത്. എന്തായാലും അധികൃതരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.